अद्वैतामृतवर्षिणीं भगवतीमष्टादशाध्यायिनीम् अम्ब त्वामनुसन्ततामि भगवद्गीते भवद्वेषिणी अधर्माभिभवात् कृष्णा प्रदुष्यन्ते कुलस्त्रिया स्त्रीषु दुष्टासु वार्ष्णेय जायते वर्णसङ्करः सङ्करो नरकायैव कुलज्ञानाकुलस्य च पतन्ति पितरो ह्येषां लुप्तपिण्डोदकक्रियाः दोषैरेतैकुलज्ञानां वर्णसङ्करकारकैः उत्साद्यन्ते जातिधर्मा कुलधर्माश्च शाश्वताः उत्सन्नकुलधर्माणां मनुष्याणां जनार्दन नरके नियतं वासो भवतीत्यनुशुश्रुमा। ओम अमृतेश्वर्यै नमः। ओम अमृतेश्वर्यै नमः। ओम अमृतेश्वर्यै नमः। ध्यायामो धवलावगुण्ठनपदीं तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् അമൃതാനന്ദാത്മികാമീശ്വരീ. സർവേശ്വരിയായ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ വീണ്ടുവിൻ്റെ അനന്തപടി പ്രണാമങ്ങൾ. അമ്മയുടെ എല്ലാ പൊന്നോമന മക്കൾക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ 40-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. കുലക്ഷയത്തെ പറ്റിയാണ് അർജുനൻ ഭഗവാനോട് സങ്കടപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ യുദ്ധം മൂലം കുലക്ഷയം ഉണ്ടായി വർണ്ണസങ്കരമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് കുലം ദുഷിച്ചാൽ അതിനുശേഷം കുലം നശിച്ചതിന് ശേഷം പിന്നെ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതിനെപ്പറ്റി വീണ്ടും അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഇവിടെ ഭഗവാനെ ഒരു ശ്രോതാവാക്കി നിർത്തിക്കൊണ്ട് അർജുനൻ വക്താവായിട്ട് ഓരോ കാര്യങ്ങൾ അർജുനൻ പറയുകയാണ്. അർജുനനൊരു പണ്ഡിതൻ്റെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഉത്കണ്ഠ അതെല്ലാം അർജുനൻ ഭഗവാന്റെ മുമ്പിൽ നിർത്തുകയും കൂടിയാണ്. എന്നാൽ നിസ്സംശയമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംശയമൊട്ട് ഉള്ളിലുണ്ട് താൻ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുലം ദുഷിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 41-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. കൃഷ്ണ അധർമ്മ അഭിഭവാത് അനാചാരങ്ങൾ കടന്ന് കൂടി ദുഷിച്ചാൽ കുലസ്ത്രീയ കുലത്തിലെ സ്ത്രീകൾ പ്രദുഷ്യന്തി പതിക്കാനിടവരും. വാർഷ്ണേയ വൃഷ്ണീയ കുലത്തിൽ ജനിച്ച അല്ലയോ കൃഷ്ണ. സ്ത്രീഷു ദുഷ്ടാസു സ്ത്രീകൾ പതിച്ചാൽ വർണ്ണസങ്കരഃ ജായതേ. അതോടെ വർണ്ണസങ്കരം വർണ്ണമിശ്രം സംഭവിക്കുവാനിടവരുന്നു. 42-ാമത്തെ സങ്കരഃ വർണ്ണമിശ്രം. കുലജ്ഞാന കുലത്തെ നശിപ്പിക്കുന്നവർക്കും
കുലസ്യജ കുലത്തിലെ ഭാവി സന്താനങ്ങൾക്കും നരകായ ഏവ നരകത്തെ ഫലത്തെ ഉളവാക്കുക തന്നെ ചെയ്യും. നരകം എന്ന ഫലത്തെ ഉളവാക്കും. ഹി എന്തെന്നാൽ യേഷാം കുലനാശം വരുത്തിയവരുടെ പിതരഹ പിതൃക്കൾ ലുപ്ത പിണ്ടോദകക്രിയ പിതൃപൂജകളൊന്നും ലഭിക്കാതെ പതന്തി പിതൃലോകത്തു നിന്ന് പതിക്കാൻ ഇടവരുന്നു. നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണസങ്കരകാരകൈഹി വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന കുലജ്ഞാനാം ഏതൈഹി ദോഷൈഹി കുലദ്രോഹികളുടെ ഈ വിധം ദോഷങ്ങൾ നിമിത്തം ശാശ്വതാഹ ചിരകാലമായി നിലനിന്നു പോരുന്ന ജാതിധർമാഹ കുലധർമാഹ ച ജാത്യാചാരങ്ങളും ഉത്സാദ്യന്തി നശിപ്പിക്കപ്പെടുന്നു. നാൽപ്പത്തിനാലാമത്തതിൽ ഹേ ജനാർദ്ദന ഉത്സന്ന കുലധർമാണ നഷ്ടപ്പെട്ട കുലാചാരങ്ങളോടുകൂടിയ മനുഷ്യർക്ക് നരകെ നിയതം വാസഃ ഭവതി നരകത്തിൽ സദാവസിക്കാൻ ഇടവരുന്നു. ഇത് അനുശുശ്രമ എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഭാരതീയ കുടുംബ സങ്കല്പങ്ങളിലെല്ലാം നമ്മുടെ വേദം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക ധർമ്മം എന്നുള്ളത് വർണ്ണാശ്രമധർമ്മങ്ങളാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളതാണ് വർണ്ണം. അപ്പോൾ ആ വർണ്ണങ്ങളെ വെച്ചിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അതേപോലെ ആശ്രമങ്ങളെ വെച്ചിട്ടുള്ള ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം അവയെ വെച്ചിട്ടുള്ള ധർമ്മങ്ങളാണ് നമുക്ക് മുഖ്യമായിട്ട് വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ശ്രുതികളിലും ശ്രുതികളിൽ പോലെ തന്നെ സ്മൃതികളിലാണ് കൂടുതൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് കാലദേശങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്തരം നിയമങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഓരോ കാലത്തിലും ഓരോരോ സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നത്. ഒരുപാട് സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ സദാചാരപരമായിട്ട് ജീവിക്കുന്നതിന് കാരണം ഈ വർണ്ണാശ്രമ ധർമ്മം കൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് നടന്നു പോകുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പം അവിടെ വർണ്ണസങ്കരം ഉണ്ടായാൽ, കുലങ്ങൾ ക്ഷയിച്ചാൽ ദുരാചാരങ്ങളും അനാചാരങ്ങളും എല്ലാം കടന്നു വരും അവിടെ. അപ്പോൾ അതാണ് ഇവിടെ അർജുനൻ്റെ ഉത്കണ്ഠ. അതാണ് വിധവകളായ സ്ത്രീകൾ, യുദ്ധത്തിന് ശേഷം ഒരുപാട് വിധവകൾ സമൂഹത്തിൽ ഉണ്ടാകും. അങ്ങനെ അവരൊക്കെ പതിതരായി തീരാൻ സാധ്യതയുണ്ട്. അത് ഭഗവാൻ അറിയാലോ. ഭഗവാന്റെ കുലം തന്നെ വൃഷ്ണീകുലമാണ്. അപ്പോൾ വൃഷ്ണീകുലത്തിൽ ജനിച്ച ഭഗവാൻ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇവിടെ വർണ്ണമിശ്രം സംഭവിച്ചു കഴിഞ്ഞാൽ കൊടിയമായ പാപങ്ങൾ സമൂഹത്തിൽ വരാനിടവരും. ജനങ്ങൾ സദാചാരത്തിന് പകരം അനാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും ഒക്കെ കടന്നു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമൂഹം ഒന്നടങ്കം നശിച്ചു പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. ഉണ്ടായാലും ഇന്നും ഈ നമ്മുടെ നാട്ടിൽ ജാതിയും വർണ്ണവും രണ്ടാണ്. ജാതി ഇവിടെ ഇന്നിപ്പോൾ കാണുന്ന ജാതിയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയ ജാതിയാണ്. ഇവിടെ ഭഗവാൻ പറയുന്ന വർണ്ണം എന്നുള്ളത് ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. മയാസൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വർണ്ണങ്ങൾ സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ് എന്ന് നമുക്ക് ഗീതയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണ്യം ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ വർണ്ണധർമ്മങ്ങൾ പാലിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ജാതി എന്ന് പറയുന്നത് പിന്നീട്
ജാതികളും ഉപജാതികളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായി. അത് മനുഷ്യൻ നിർമ്മിച്ച ജാതികളാണ്. അതിൽ സങ്കരവർഗങ്ങളുണ്ട്. ഈ വർണ്ണങ്ങൾക്ക് പുറത്തുള്ളവരുണ്ട്. അവർ ചണ്ടാളന്മാരായിട്ടുമൊക്കെ കൂട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സമൂഹമുണ്ട്. ഇവിടെ നമുക്കറിയാം ഈ കുലധർമ്മങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ കുടുംബങ്ങൾ ഒക്കെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭാരതത്തിൽ ഈ കുടുംബസങ്കല്പം ലോകത്തിന് സംഭാവന ചെയ്ത് ശരിയായിട്ട് പറഞ്ഞ ഭാരതീയരാണ്. അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിയത്, ഒരു ക്രമീകരണം ഉണ്ടാക്കിയത് കുടുംബ വ്യവസ്ഥ. ഇന്നും നമുക്കറിയാം പാശ്ചാത്യ ദേശത്തൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ വിവാഹം ചിലപ്പോൾ വളരെ അധികകാലമൊന്നും ഉണ്ടാകില്ല. ഒരു വർഷം 2 വർഷമൊക്കെ പോകുന്നവരാണ് ഒരു ബഹുഭൂരിപക്ഷം പേരും. ഒരു 90% അങ്ങനെ തന്നെയാണ്. വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ കുടുംബസങ്കല്പങ്ങൾ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ സ്കൂളുകളിലൊക്കെ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ അമ്മയുടെ പേര് മാത്രമേ ചേർക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. അച്ഛൻ്റെ പേര് ചേർക്കാറില്ല. കാരണം അച്ഛന്മാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആരാണ് അച്ഛൻ എന്ന് പോലും അറിയാൻ മേലാത്ത സ്ഥിതിയിലാണ് പല കുട്ടികളും വളരുന്നത്. പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവർ അച്ഛനെയും അമ്മയും മറന്ന് സാധാരണ ഈ പക്ഷിമൃഗാദികളെ പോലെയൊക്കെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പക്ഷികൾ ചിറക് മുളച്ചാൽ പറന്നു പോകുന്നത് പോലെ അവരങ്ങ് പോകുന്നതാണ് കാണുന്നത്. പിന്നെ ഒരു ബന്ധമൊന്നുമില്ല. ആ ഒരു ബന്ധം ഒക്കെ ഭാരതത്തിലാണ് ഇത്രയും ഒരു വളരെ ശക്തമായ ഒരു ബന്ധം നിലനിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ മാത്രമേ ഇത്തരം ധർമ്മങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതാണ് അർജുനൻ ഇവിടെ പറയുന്നത്. വർണ്ണസങ്കരം സംഭവിച്ചു കഴിഞ്ഞാൽ വർണ്ണമിശ്രം ഉണ്ടാവും. കുലത്തെ ഇവരൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവി സന്താനങ്ങളെയൊക്കെ അതൊക്കെ ബാധിക്കും. ഇതൊക്കെ നരകഫലമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ പും നരകാത്രായതേതി പുത്ര എന്നാണ്. പുത്രന് മാതാപിതാക്കന്മാരെ നരകത്തിൽ പും എന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നുകൊണ്ടാണ് പുത്രൻ അല്ലെ പുത്രി എന്നൊക്കെയുള്ള പേര് ഉണ്ടായത് എന്ന് പറയും. എന്നുവെച്ചാൽ അവരുടെ ധാർമ്മികമായ അച്ഛൻ നിർവഹിച്ചു പോകുന്നതായ ധാർമ്മികമായ ചര്യകൾ മക്കൾ അതിലേർപ്പെട്ട് വരുമ്പോൾ അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബ സംവിധാനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടു പോകാൻ സാധിക്കും. അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. പുരുഷ പ്രജകളെ ഒരു നവസമൂഹത്തെ സംസ്കാരമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. ആ സന്താന പരമ്പരകൾ സമൂഹത്തിൽ നിലനിൽക്കും. അപ്പോൾ അത് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം പണ്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ കഴിഞ്ഞു. ഇവിടെ തൻ്റെ കാര്യം നടന്നാൽ മതി, മക്കളുടെ കാര്യം എന്താണ് എന്നുള്ളത് ചിന്തിക്കാത്ത ഒരു സമൂഹം ഇന്ന് ലോകത്തുണ്ട്. മക്കളുടെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കില്ല. മക്കളെ പിടിച്ച് കൊല്ലുന്നവരില്ലേ ഇഷ്ടം പോലെ. അപ്പം മക്കൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നത് വേണ്ടാന്ന് വെച്ച് നടക്കുന്നവരുണ്ട്. അതൊരു ഭാരമായിട്ട് കാണുന്നവരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ അപ്പോൾ വിവാഹം ജീവിതം പോലും താല്പര്യമില്ലാത്തവരുണ്ട്. അത് തന്നെ ഒരു ഭാരമായിട്ട് കാണുന്നവരുണ്ട്. വിവാഹം താലി പൊട്ടിച്ചെറിഞ്ഞവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ബന്ധനമാണെന്ന് കരുതുന്നവരും ഈ അടുത്ത തലമുറയൊന്നും വാർത്തെടുക്കാൻ അവർ മുന്നോട്ട് വരാൻ തയ്യാറല്ല. അങ്ങനത്തെ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഇതൊക്കെ. പക്ഷെ ഇവിടെ കുലധർമ്മങ്ങളിൽ വരുമ്പോൾ കുടുംബാഭിമാനത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സദാചാരനിഷ്ഠയിൽ മുന്നോട്ട് പോകാൻ കുറേയേറെ നമ്മളെ സഹായിക്കുന്നുണ്ട്, സമൂഹത്തിൽ സഹായിക്കുന്നുണ്ട്. നല്ല കുടുംബങ്ങളിൽ നിന്നാണല്ലോ നല്ല സമൂഹം ഉണ്ടായി വരുന്നത്. അപ്പോൾ കുടുംബത്തിലെ ആ ധർമ്മങ്ങളെ പരിപാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അത് ആ കുടുംബം തന്നെ ഒരു നരകമായിട്ട് മാറും. അവരുടെ ജീവിതം തന്നെ ഒരു നരകതുല്യമായിട്ട് മാറും. അതാണ് ഇവിടെ നരകഫലത്തെ ഉളവാക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത്. കുലനാശം വരുത്തിയവരുടെ പിതൃക്കൾ, അങ്ങനെ കുലനാശം വരുത്തി കഴിഞ്ഞാൽ അവരുടെ പിതൃക്കൾ എന്നുവെച്ചാൽ മുമ്പ് അവരുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ പിതാമഹന്മാർ പിതാമഹിമാർ അല്ലെ അവരുടെ പിതാക്കന്മാർ മാതാക്കന്മാരൊക്കെ അതിന് മുൻപുണ്ടായിരുന്നവർ അല്ലെങ്കിൽ ശരീരം വെടിഞ്ഞു പോയവർ, അവരെല്ലാം പിതൃക്കളായിട്ടാണ് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. അവരൊക്കെ
പുണ്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പിതൃലോകത്തേക്ക് യാത്രയാവുന്നതാണ്. എല്ലാം മനക്കൽപ്പിതമായ മനസ്സങ്കല്പത്തോടു കൂടിയ ലോകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ഗീതയിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ലോകം പറയുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് കാണും. പിതൃലോകം, സ്വർഗലോകം, അങ്ങനെയുള്ള ലോകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പിതൃലോകത്തിൽ അങ്ങനെയുള്ള പുണ്യാത്മാക്കളൊക്കെ പിതൃലോകത്ത് പോകും, അല്ലെങ്കിൽ സ്വർഗലോകത്ത് ചെല്ലും, സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തിട്ട് സ്വർഗലോകത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ പിതൃക്കൾക്ക് ഉള്ള അന്നം കിട്ടാതെ പോകും. എന്ന് വെച്ചാൽ ഇത്തരം കർമ്മങ്ങളിൽ നിന്നും അവർക്ക് ശ്രദ്ധയില്ലാതെ പോകും. സാധാരണ പറയാറുണ്ട്, ദേവന്മാർക്ക് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ വഴിക്ക് അഗ്നിയിൽ ഹവിസർപ്പിച്ച് സ്വാഹ ജപിച്ചുകൊണ്ട് അതിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ദേവതകൾക്കുള്ള അന്നമാണെന്ന് പറയും. അവരുടെ ദേവതകളെ സംബന്ധിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ഒരു മാസം അവരെ സംബന്ധിച്ച് ഒരു ദിവസം എന്നുള്ള കണക്കാണ്. പിതൃക്കളെ സംബന്ധിച്ച് ചന്ദ്രനെ അതിൻ്റെ ക്ഷയവും അതേപോലെ വൃദ്ധിയും ആസ്പദമാക്കിയിട്ടാണ് ദിവസം നിശ്ചയിക്കുന്നത്. അമാവാസി അവരുടെ പകലാണ് എന്നൊരു സങ്കല്പമൊക്കെ ഉണ്ട്. പിതൃക്കളുടെ ഡേയാണ്, 15 ദിവസമാണ് അവർക്ക് പകലായിട്ടും 15 ദിവസം രാത്രിയായിട്ടും ഉള്ള സങ്കല്പം. അത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വിധിച്ചിട്ടുണ്ട് പിതൃക്കൾക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ ആ ലോകത്തേക്ക് സങ്കല്പിച്ചുകൊണ്ട്. സങ്കല്പമാണ് അവരുടെ അന്നം. ശരിക്കും സങ്കല്പത്തിലാണ് അവർ അങ്ങോട്ട് പോകുന്നത്. ജലത്തിലൊക്കെ തർപ്പണവും ശ്രാദ്ധകർമ്മങ്ങളും ഒക്കെ ജലത്തിൽ അർപ്പിക്കുന്നു. നമ്മുടെ പ്രാണന്റെ ഉൽപ്പത്തിയൊക്കെ ജലത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ പ്രാണസങ്കല്പത്തിലാണല്ലോ പിതൃക്കളൊക്കെ നിലകൊള്ളുന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ പിതൃപൂജകളൊന്നും അങ്ങനെ ചെയ്യാതെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയും കർമ്മങ്ങളും ഒക്കെയാണ് ഏറ്റവും വലുത്. മരിച്ച ശേഷം അവരുടെ നല്ല കർമ്മങ്ങളെ, സത്കർമ്മങ്ങളെയൊക്കെ നമ്മൾ ഓർക്കുകയും അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. അവരുടെ നന്മകളെ നമ്മൾ ഓർക്കുകയും അടുത്ത തലമുറയ്ക്ക് അവരുടെ നന്മകൾ പകർന്നു കൊടുക്കുകയും അങ്ങനെ ആ പാരമ്പര്യത്തെ നിലനിർത്തുകയൊക്കെ ചെയ്യുന്നത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന്, സുഗമമായ ഗമനത്തിന് അതൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ള പുണ്യലോകങ്ങളെ പറ്റിയും അവിടെ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, സൂചനകളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ശാശ്വതമായ ലോകങ്ങളൊന്നുമല്ല. അതൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം. സ്വർഗലോകം പോലും നിത്യമായ സ്വർഗവും നിത്യമായ നരകമൊന്നുമില്ല ഭാരതീയരെ സംബന്ധിച്ച്. ചില മതങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിത്യസ്വർഗവും നിത്യ നരകവും ഒക്കെയാണ്. നമ്മളെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. നിത്യ നരകവും ഇല്ല, നിത്യസ്വർഗവും ഇല്ല. ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി, അത് ഗീതയിൽ പറയുന്നുണ്ട്. പിന്നീടുള്ള അധ്യായത്തിൽ നമ്മളത് കാണും. പുണ്യം ക്ഷയിച്ചാൽ മനുഷ്യലോകത്തിൽ വന്ന് പിറക്കണം എന്നാണ്. വീണ്ടും പാപകർമ്മങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പാപയോനികളിൽ പോയിട്ട് പിറക്കാം. പുണ്യം ചെയ്താൽ പുണ്യവനികളിൽ പോകാം, ഇതൊക്കെ പറയാം. പക്ഷെ അവരുടെ അന്നം പിതൃക്കളുടെ, അപ്പം ഈ കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതായ ക്രിയകൾ, മരണശേഷമുള്ള ക്രിയകൾ, മരണാനന്തര ക്രിയകളിൽ നല്ല കാര്യങ്ങളുണ്ട്. ദാനധർമ്മങ്ങളുണ്ട്, പ്രകൃതി സംരക്ഷണമുണ്ട്, ഭൂതങ്ങൾക്കുള്ള അന്നമുണ്ട്, ഇതൊക്കെയുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ അതിനകത്ത് കുറേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദൃഷ്ടമായ പല കാര്യങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഋഷീശ്വരന്മാരാണ് വേദങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ലോകങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ടി സങ്കല്പിച്ച് ചെയ്യുന്നതാണ് ശ്രാദ്ധകർമ്മങ്ങൾ എന്ന് പറയും. പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം തൃപ്തി നൽകുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ തൃപ്തി നൽകണം നമുക്ക്. കർമ്മങ്ങളിൽ ഏത് കർമ്മം ചെയ്താലും തൃപ്തി ഉണ്ടാകണം, വേറെ കാര്യം. എന്നാലും ഇത്തരം കർമ്മങ്ങളിലൊക്കെ ഓരോരോ സങ്കല്പങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ലോകത്തെയൊക്കെ നിലനിർത്തുന്നതാണ്. അപ്പം മനുഷ്യലോകത്തിൽ മാത്രമേ, മറ്റു ലോകങ്ങളെ എല്ലാം നിലനിർത്തുന്നത് ഗൃഹസ്ഥ ആശ്രമധർമ്മം വഴിക്കാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ദേവതകളെയും അതേപോലെ ഗന്ധർവാദികളെയും പിതൃക്കളെയും മറ്റെല്ലാ
ആശ്രമങ്ങളെ ഇതെല്ലാം നിലനിർത്തുന്നത്, മറ്റാശ്രമങ്ങളെയൊക്കെ നിലനിർത്തുന്നതിൽ ഗൃഹസ്ഥാശ്രമത്തിന് വലിയ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവരുടെ കർമ്മങ്ങളൊക്കെ കുലം ക്ഷയിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളൊക്കെ മനുഷ്യൻ വെടിഞ്ഞു പോകും. അങ്ങനെ വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നശിക്കും, പിന്നെ ഇതൊന്നും ഉണ്ടാകില്ല. അങ്ങനെ പാപത്തിൽ ചെന്ന് മനുഷ്യൻ ചെന്ന് വീഴും, പിതൃശാപം ഉണ്ടാകും എന്നൊക്കെയാണ് കണക്കൂട്ടൽ. പിന്നെ പിതൃശാപം മൂലം സന്താനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് പോകുന്നവരായിരുന്നു പണ്ടുള്ളവർ. അതുകൊണ്ടാണ് അർജുനന് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള ഉത്കണ്ഠകളൊക്കെ ഉണ്ടായത്. വർണ്ണമിശ്രത്തെ ഉളവാക്കുന്ന കുലദ്രോഹികളുടെ ഈ വിധ ദോഷം ഇവർ ഇതിനെപ്പറ്റിയൊന്നും ബോധമില്ലാത്തവരാണ് ഈ കൗരവന്മാർ. ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ലാത്തവരാണ്. ചിരകാലമായിട്ട് നിലനിന്ന് പോരുന്ന ഈ സമ്പ്രദായങ്ങളൊക്കെ, ജാത്യാചാരങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് അർജുനൻ ഇവിടെ പറയുന്നത്. ഇന്നും നമുക്കറിയാം, ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് പോലും വിവാഹം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇന്നും സമൂഹത്തിൽ ജാതീയമായിട്ടൊക്കെ ചിന്തിക്കുന്നവർ തന്നെയാണ് കൂടുതലും. പലതും വിവാഹങ്ങൾ പോലും ജാതിപരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതി മാറിയിട്ട് പ്രണയ വിവാഹമൊക്കെ വരുമ്പോൾ ആരെങ്കിലും ജാതി മാറിയൊക്കെ പോയാൽ കൊലപാതകം വരെ നടന്ന സംഭവങ്ങൾ ഇന്നും നമുക്ക് കേൾക്കാം, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അവരുടേതായ ഇടുങ്ങിയ മനസ്സിൽ നിന്ന് വിശാലമായ ഒരു മനസ്സിലേക്ക് അവരെ ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ ഒരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനുഷ്യൻ്റെ ഉള്ളിൽ വിശാലമായിട്ട് ചിന്തിക്കാൻ പ്രായോഗിക തലത്തിൽ വരുമ്പം അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. വേദാന്തങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പറയുന്നവരാണ്, ഒരുപാട് അറിവുകൾ പങ്കുവയ്ക്കുന്നവരാണ്, ഒരുപാട് അറിവുണ്ടെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ പല കാര്യങ്ങളും സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അതെല്ലാം മറന്നുപോവുകയും വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ. അതാണ് ഇവിടെ അർജുനൻ ഉന്നയിക്കുന്നത്. നഷ്ടപ്പെട്ട കുലാചാരങ്ങളോടുകൂടിയ ഉത്സന്ന കുലധർമ്മാണ്, നഷ്ടപ്പെട്ട കുലാചാരങ്ങളോടുകൂടിയ മനുഷ്യർക്ക് നരകത്തിൽ സദാ വസിക്കാനിട വരുന്നു, നരകവാസമാണ് വിധിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് അർജുനൻ പറയുന്നത്. ഇതി അനുശുശ്രുമ എന്ന് പറയുന്നു, എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ഇവിടെ പ്രമാണമല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും ആധികാരികമായിട്ട് പല കാര്യങ്ങളും പറയും, പ്രമാണം വെച്ചിട്ടായിരിക്കില്ല അവർ പറയുക. പറഞ്ഞു കേട്ട ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ പ്രമാണം പോലെ അവർ അവതരിപ്പിക്കും. അതാണിപ്പം അർജുനനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ നമുക്കറിയാമല്ലോ, ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല, എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെയും പറഞ്ഞിട്ടില്ല. ലളിതാ സഹസ്രനാമം ജപിക്കാൻ പാടില്ല, ജപിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ വരും, ഇങ്ങനെ വരും, ദോഷം വരും എന്നൊക്കെ ചിലരെ ഇങ്ങനെ ആധികാരികമായിട്ട് ചിലപ്പോൾ പറയുന്നത് കേൾക്കാം. അതിനെപ്പറ്റി മനസ്സിലാക്കാതെ പഠിക്കാതെ പറയുന്നത് കേൾക്കാം. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശാസ്ത്രമാണ് പ്രമാണമാക്കേണ്ടത്. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതവും. കാര്യവും അകാര്യമൊക്കെ അറിയണമെങ്കിൽ ശാസ്ത്രത്തെ പ്രമാണമാക്കി വേണം മുന്നോട്ട് പോകാൻ. സജ്ജനങ്ങളുടെ മഹാജനങ്ങളുടെ വാക്കുകൾ ശാസ്ത്രമാണെന്ന് പറയും. മഹാത്മാക്കൾ എന്ന് വെച്ചാൽ ലോകം മുഴുവൻ തന്നിൽ നിന്ന് അന്യമായി കാണാത്ത സർവഭൂത ഹിതേരതന്മാരായ മഹാത്മാക്കൾ, അവരുടെ വാക്കുകൾ ശാസ്ത്രം തന്നെയാണ്. നിർഗതം യത് ഗുരോർ വക്ത്ര സർവം ശാസ്ത്രം തതുച്യതേ എന്ന് പറയും. അവരുടെ മുഖത്ത് നിന്ന് വരുന്ന വാക്കുകൾ നിർഗതം ഒഴുകി വരുന്ന പ്രവാഹം പോലെ ഒഴുകി വരുന്ന വാക്കുകളൊക്കെ ശാസ്ത്രമാണ്. അങ്ങനെയാണ് മഹാത്മാക്കളുടെ അനുഭൂതി വിശേഷങ്ങളാണ് ഈ ശാസ്ത്രങ്ങളായത്. എല്ലാം അവർ കണ്ടെത്തിയ സത്യങ്ങളാണ്, പ്രപഞ്ച സത്യങ്ങളാണ്. ആണ് ശാസ്ത്രമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് മഹാത്മാക്കൾ അനുഭൂതി സമ്പന്നന്മാരായ ആൾക്കാർ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവർ ജീവിച്ച് കാണിച്ചവരാണ്. അതുകൊണ്ടാണ് അവരുടെ വാക്കിന് ശബ്ദപ്രമാണം ഉണ്ട്, അവരുടെ വാക്കിന് പ്രമാണമുണ്ട്. അങ്ങനെയുള്ളവരുടെ
അനുഭൂതിജന്യമായ വാക്കുകൾ. അത് ശ്രീരാമകൃഷ്ണദേവനൊക്കെ സ്വാമി വിവേകാനന്ദനോട് നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. കണ്ടിട്ടുണ്ട്. ആധികാരികമായിട്ട് പറയാനുള്ള ആ ശക്തി, ഞാൻ നിന്നെ കാണുന്നത് പോലെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം, നിസ്സംശയമായിട്ട് പറയത്തക്കവണ്ണമുള്ള അതുപോലെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു? നിസ്വാർത്ഥമായിട്ടുള്ള ജീവിതം, നിഷ്കളങ്കമായ ജീവിതം, ശിശുവിൻ്റെ നൈർമല്യത്തോടു കൂടിയുള്ള പരിശുദ്ധമായ ജീവിതം ലോകത്ത് കാഴ്ചവെച്ചവരാണ് അവരൊക്കെ. അമ്മയെപ്പോലുള്ള മഹാത്മാക്കളെ നമുക്ക് എന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് മഹാത്മാക്കളെ നമ്മൾ ഇന്ന് കാണുന്നത്. അവരുടെ വാക്കുകൾ ശാസ്ത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രത്തെ പ്രമാണമാക്കാതെ വരുമ്പോൾ വെറും കേട്ടുകേൾവിയാകുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെന്നിയാടും. അന്ധമായ വിശ്വാസത്തിൽ, അബദ്ധജടിലങ്ങളായ വിശ്വാസങ്ങളിൽ പോയി പെട്ടുപോകും. അപ്പോൾ യുദ്ധം മൂലം ഉണ്ടാകുന്ന ദുഃഖത്തെ മാത്രമല്ല ഇവിടെ ഭഗവാൻ ഇതൊക്കെ കേട്ട ശേഷം ഭഗവാൻ പറഞ്ഞു തുടങ്ങി, ഏത് ജീവിതത്തിലുണ്ടാകുന്ന ഏതെല്ലാം വിധത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാമോ ആ ദുഃഖങ്ങളെ എല്ലാം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീത. ജീവിതത്തിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാം, എങ്ങനെ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാം, ഇതെല്ലാം പ്രായോഗികമായ ഒരു തത്വശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഇതെല്ലാവരും പഠിച്ചിരിക്കണമെന്നാണ്. ഏത് കാലത്താണെങ്കിലും ഇതെല്ലാവർക്കും നമുക്ക് ആവശ്യമുള്ളതാണ്, സമൂഹത്തിന് ആവശ്യമുള്ളതാണ്. ഇതിലെ മറ്റ് വിഭാഗീയതയോ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല ഭഗവത്ഗീതയിൽ. അത് മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇതൊരു മതപരമായ ഒരു കാര്യമായിട്ടും ഇതിനെ തള്ളിക്കളയരുത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ, ജീവിതത്തിൽ ശാശ്വതമായ ആനന്ദത്തെ നിലനിർത്തുവാൻ വേണ്ട കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഇത്രയും വലിയൊരു മഹത്തായ ഒരു ശാസ്ത്രം നമുക്കുണ്ട്. ഈ ശാസ്ത്രത്തിലൊക്കെ നമുക്ക് അഭിമാന ബോധം ഉണ്ടാകണം. ആദ്യം ശാസ്ത്രങ്ങളെപ്പറ്റി പഠിക്കണം, ശാസ്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കണം. കുറഞ്ഞ വർഷം ഭഗവത്ഗീതയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. കാരണം സർവ ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും എല്ലാം സാരസർവസ്വമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇതിനെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമുക്ക് തീർച്ചയായിട്ടും അതുമൂലം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇതിനെ നമ്മൾ തള്ളി, ഇതൊക്കെ പഴഞ്ചൻ ഗ്രന്ഥങ്ങളാണ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല. തള്ളിക്കളയാതെ ഇതിലെന്താണ് കാര്യം? ഭഗവാൻ ഇതുവരെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായിട്ട് അർജുനന് പറയാനുള്ളതെല്ലാം പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം കേൾക്കുകയാണ്. നമുക്ക് വീണ്ടും അർജുനന് ഇത് സംഭവിച്ചാലുള്ള കാര്യങ്ങളെപ്പറ്റി വീണ്ടും ഭഗവാനോട് തുടർന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്താണ് അർജുനൻ ഇനിയും പറയാൻ പോകുന്നതെന്ന്. അർജുനന് കുറച്ചുകൂടി എന്തൊക്കെയോ പറയാനുണ്ട്, ഭഗവാനോട് പറയാനുണ്ട്. ഭഗവാൻ അത് കേൾക്കാൻ തയ്യാറാണ്. ഭഗവാൻ ഒന്നും നിർത്താൻ പറയുന്നില്ല. നീ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് വായടക്കാൻ പറയുന്നുമില്ല ഭഗവാൻ. പറയാനുള്ളതൊക്കെ നിശബ്ദം കേൾക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് സമയമൊന്നുമില്ല, നീ ഉണ്ടായിരിക്കും, ഞാൻ പറയുന്നത് കേൾക്ക്, നീ എടുത്ത് യുദ്ധം ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല ഭഗവാൻ പറയും. അപ്പം ആ രീതിയിൽ ഭഗവാൻ വളരെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ശ്രവിക്കുകയാണ്. ഇനി എന്തൊക്കെയോ പറയാൻ അർജുനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാം. ഈ അധ്യായം നമുക്ക് മൊത്തത്തിൽ 46 ശ്ലോകമേ ഈ അർജുന വിഷാദ 47 ശ്ലോകങ്ങളെ ഉള്ളൂ. 47 ശ്ലോകം വരെ ഇതിനകത്തുള്ളൂ. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. അപ്പോൾ ഒരു അധ്യായം നമുക്ക് അതോടുകൂടി നമുക്ക് തീരും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.
അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.